പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വർഷത്തെ ക്രിസ്തുമസിന് നിങ്ങൾ എന്തായാലും കുമ്പസാരിക്കുക. നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഈ വർഷം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ശരിക്കും ആഗ്രഹിക്കേണ്ടതാണ് അറ്റ്ലീസ്റ്റ് ഈ വർഷത്തെ ക്രിസ്മസ് വിശുദ്ധിയോടെ. എന്തായാലും ഈശോ വന്നത് പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനല്ലേ. പാപമില്ലാത്തൊരു ക്രിസ്തുമസിന് വേണ്ടി ഒന്ന് നോക്ക്. എൻ്റെ അപേക്ഷയാണ്, നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങളുടെ ഇടവകയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തവണത്തെ ക്രിസ്തുമസ് കുളമാക്കരുത്. കാരണം ഇത് വന്നത് നിനക്കൊരു ദിവസം അവധി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈശോ വന്നത്. ആണോ? നിനക്കൊരു ദിവസം ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ടാണോ ഈശോ വന്നത്? അല്ല, നിന്നെ പാപത്തിൽ നിന്ന് മോചിക്കാനാണ് ഈശോ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ തിരുത്തി എഴുതുക. ഞാനീ പറയുന്നത് മോശമാണ്, ഞാനീ പറയുന്നത് വെച്ചാൽ ആവശ്യമില്ലാത്ത തീവ്രവാദം പറയരുത്. ഞാൻ തീവ്രവാദം അല്ല പറയുന്നത്, ബോധമാണ് പറയണത്. ബോധം വരണം എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്തവണത്തെ ക്രിസ്മസിനെങ്കിലും നമുക്ക് ബോധത്തോടെ നന്ദി പറഞ്ഞത് ആഘോഷിക്കണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിന്? നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ പാപം ചെയ്തു പോകുന്ന ഒരു മാസങ്ങളിൽ ഒന്നായിട്ട് ക്രിസ്മസ് അധപതിച്ചു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ക്രിസ്തുമസ് ആഘോഷം ഇനി വരാനുണ്ട്, ഈസ്റ്റർ ആഘോഷം. ഒരു ക്രിസ്ത്യാനി ഏറ്റവും കൂടുതൽ തൻ്റെ കുടുംബത്തിൽ പാപം ചെയ്യുന്ന ഒരു ദിവസങ്ങളിലൊന്നായിട്ട് ഇത് മാറിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നിങ്ങൾ പറ, നിങ്ങളുടെ വീട്ടിലെ കാര്യം. ഏറ്റവും കൂടുതൽ പാപം നടക്കുന്ന ഇടങ്ങളായി ദിവസങ്ങളായിട്ട് ക്രിസ്തുമസും ഈസ്റ്ററും മാറി. ഒരിടത്ത് അവൻ പാപം മോചിക്കാൻ വേണ്ടി വന്ന ദിവസം, 2 ആ പാപത്തിന് പരിഹാരമായിട്ട് അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ദിവസങ്ങൾ. നമ്മൾ എന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആരോടെ ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് അട്ടർ മാരക പാപത്തിന് പിടികിടക്കാണ് നമ്മൾ. എന്നിട്ട് അവൻ പിന്നെയും ശിക്ഷ തരാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും കരുണ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കുക. പറയണത് മനസ്സിലാവുന്നുണ്ടോ? പലതരം പറഞ്ഞേ ഹല്ലേലൂയ.